ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പം ഇന്ന് നമുക്ക് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കണ്. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ചോറും കറിയും ഒക്കെ വെക്കലും പിന്നെ കുറച്ച് നമ്മളെ മല്ലി ആദ്യം പൊടിച്ചത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് കുറച്ച് മല്ലി വാങ്ങി പൊടിപ്പിച്ച് വെച്ചേക്ക് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് എല്ലാം കൂടെ കൂട്ടി ആദ്യം ഒരു വീഡിയോ ഞാൻ കാണിച്ചില്ലായിരുന്ന പോലെ വറുത്ത് പൊടിച്ച് അതിൽ കൂട്ടിയിക്കാട്ടോ. അപ്പം നമുക്ക് നല്ല ഫ്രഷ് ചീര കിട്ടിയിരുന്നു കേട്ടോ. ചീര കൊണ്ടൊരു തോരനും വെച്ചു, സാമ്പാർ, കറി, മീൻ പൊരിച്ചത്, അതൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ അടുപ്പത്ത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ നമ്മളെ സാമ്പാർ വെന്തിക്കണം. അപ്പം ഇനി നമുക്ക് അതൊന്നുകൊണ്ട് കടു വറുത്ത് അടുപ്പ് മാറ്റി വെക്കാം. എന്നിട്ട് ആ അടുപ്പിൽ വേണം പിന്നെ ചീര തോരൻ വെക്കാനും മീൻ പൊരിക്കാനൊക്കെ കേട്ടോ. അടുപ്പ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മല്ലി വറുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും തരിക കേട്ടോ. നമ്മളെ സാമ്പാർ കടു വറുത്തു. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ കടു വറുത്ത് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. ചീര തോരൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും പച്ചമുളകും എല്ലാം കൂടി കൂട്ടി ഒന്ന് കടു വറുത്ത് അതിലേക്ക് ഞാൻ ചീര അരിഞ്ഞ് വെച്ചത് ഇട്ടെടുത്ത് ആവിക്ക് വേവിച്ചിട്ടുങ്ങാണ്ട് പിന്നെ തേങ്ങ ചതച്ചിട്ടിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. മക്കൾ ഇല വറവൊന്നും വല്ലാതെ കൂട്ടൊന്നുമില്ല, ഞാൻ നിർബന്ധിച്ച് തിരിച്ചലാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഇല ഒന്നും പറ്റൂലല്ലോ. ഇങ്ങനത്തെ ഒക്കെ തിന്നാലുള്ളല്ലേ കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലതാണ് ഈ ഇല വറുകം. പക്ഷേ കുട്ടികൾക്ക് അതൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ചീര വെന്തിഞ്ഞ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ചതച്ചിട്ടുള്ളൂ. ചതച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം ഇളക്കി എടുത്തേക്കാണ്. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മീനും കൂടിയും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അടുപ്പ് ഒഴിഞ്ഞ് ഈ മല്ലി വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നമ്മളെ ജാറിലിട്ടുങ്ങാണ്ട് പൊടിച്ചുങ്ങാണ്ട് അതിലേക്ക് കൂട്ടുകയാണ്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനും വേണ്ടി അടുപ്പ് വേഗം ഒഴിച്ചാണ്. അപ്പോൾ ഇന്ന് ഈ മീനാണ് കിട്ടിയിരിക്കണത്. അത് ഒരു 4 എടുത്ത് പൊരിച്ചൊന്ന് കറിയൊന്നും വെച്ചില്ല മീനുകൊണ്ട് കേട്ടോ. സാമ്പാറുണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മളെ തോരനൊക്കെ ആയി, മീനും ഈ അടുപ്പത്ത് ആകുന്നുണ്ട്. നമുക്ക് ഈ അടുപ്പത്തേക്ക് തന്നെ ഈ മല്ലി വറുക്കാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് മല്ലി കുറച്ചിട്ട് കൊടുക്കുക. കുറേ ഇതെല്ലാം കൂടിയൊന്നും ഇതിലിട്ട് വറുക്കണില്ല, കുറച്ചിട്ട് വറുത്തങ്ങാണ്ട് നമുക്കൊന്ന് പൊടിച്ചാൽ. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഞാനൊരു വീഡിയോ ഇതിൻ്റെത് മാത്രം ഇട്ടീനു, അതൊന്ന് കണ്ട് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാട്ടോ. അതുകൊണ്ട് കറി വെച്ചാൽ മീനൊക്കെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാലും ഒക്കെ ഇതിൻ്റെ സ്മെല്ല് നല്ലതാണ്. ഇറച്ചിയൊക്കെ വെക്കുമ്പോഴേ വലിയ ജീരകവും പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടുങ്ങാണ്ട് വറുത്ത് പൊടിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. എന്നാളെ ഞാൻ ഉണ്ടാക്കിയത് കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് പിന്നെ പുതിയതായിട്ട് വറുത്ത് പൊടിച്ചപ്പോൾ അതിലേക്ക് ഞാൻ ഇച്ചിരിയും കൂടി ഇവിടുന്ന് അങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് അതിൽ കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടോ? നല്ല അടിപൊളിയായിരിക്കണം. ഇങ്ങനെ സ്മെല്ലാണ് നല്ല. ആദ്യം ഉണ്ടാക്കി വെച്ച മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് കൊട്ടി അത് രണ്ടും കൂടി ഒന്നാക്കി ഒരു പാത്രത്തിൽ ഇട്ട് കാണും. അത് തമ്മിൽ മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ
പൊടിച്ചതും നമ്മൾ പൊടിച്ചതും ഒക്കെ പാടെ ഒന്നാവുമ്പോൾ അത് ഒന്ന് തന്നെ ആയി തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. മല്ലിപ്പൊടി നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.